ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ദൈവകൃപയാൽ ഒരു സാക്ഷ്യം പറയുവാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ മോനിപ്പോൾ 1.5 വയസ്സ് കഴിഞ്ഞു. എൻ്റെ പേര് സൂര്യ, പാറശാലയിൽ നിന്ന് വരുന്നത്. മോനിപ്പോൾ 1.5 വയസ്സ് കഴിഞ്ഞു. അവനൊരു 1.25 വയസ്സൊക്കെ ഉള്ളപ്പോൾ ഞാൻ മുറ്റം അടിക്കുമായിരുന്നു. അപ്പോൾ അവൻ ഓടിപ്പോയിട്ട്, ഇത്തിരി വികൃതിയുള്ള കൂട്ടത്തിലാണ് ആൾ, ഓടിപ്പോയി തെങ്ങിൻ്റെ ഒരു കുഴി ഉണ്ടായിരുന്നു, അതിലേക്ക് പോയി വീണു. പക്ഷേ ഒരു കരച്ചിൽ കേട്ടപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കുന്നത്. ദൈവകൃപയാൽ അതിശയകരമായി ഒന്നും സംഭവിക്കാതെ ദൈവം അവനെ രക്ഷിച്ചു. അതിന് ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പിന്നെ ജോലി സംബന്ധമായി കഴിഞ്ഞ വർഷം പല ഭാരങ്ങളും ഞാൻ നേരിട്ടു. അപ്പോഴൊക്കെ ദൈവം അത്ഭുതകരമായി ഇടപെട്ട് വിടുവിക്കുകയും മാനിക്കുകയും ചെയ്തു. അതിനെല്ലാം ദൈവത്തോട് ഈ നിമിഷം നന്ദി പറയുന്നു. നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ആൻസി, ഞാൻ കാഞ്ഞിരംകുളത്ത് നിന്ന് വരുന്നു. നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷിയെ നിൽക്കുവാനുള്ള അവസരം തന്ന ദൈവത്തിന് ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. കഴിഞ്ഞ 1 വർഷക്കാലം എൻ്റെ ജീവിതത്തിൽ ദൈവം വളരെയധികം നന്മകൾ തന്നു. ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നെല്ലാം ദൈവം വിടുവിച്ചു കാത്തു. ഞാൻ സാക്ഷി പറയുന്നത് ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഒരു നന്മയാണ്. കാരണം നമുക്കിവിടെ 21 ദിവസത്തെ ഉപവാസം നടക്കുന്ന സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പങ്കെടുക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാനതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു. അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞ്, നീ അതിൽ പങ്കെടുക്കണം, കാരണം നിൻ്റെ ജീവിതത്തിൽ ജോലിയുടെയൊക്കെ വിഷയങ്ങൾ കിടപ്പുണ്ട്, വാഗ്ദത്തങ്ങൾ കിടപ്പുണ്ട്, അതുകൊണ്ട് നീ മടിക്കാതെ നീ ആരാധനയ്ക്ക് കയറണമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മനസ്സിൽ വലിയ താല്പര്യമൊന്നും എനിക്ക് തോന്നിയിരുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ക്ലാസ്സിന് പോകണം, ഞാൻ വരില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ പിന്നെ എന്തോ മനസ്സിൽ തോന്നി. ഞാൻ ആദ്യത്തെ 2 ദിവസം വരാൻ പറ്റിയില്ല. 3-ാമത്തെ ദിവസം തൊട്ട് വരാമെന്ന് ഞാൻ തീരുമാനമെടുത്ത് ഞാനൊരു വീട്ടിൽ ട്യൂഷൻ പഠിപ്പിക്കാൻ പോകും. അപ്പോൾ കഴിഞ്ഞ വർഷം ഈ സമയമൊക്കെ ഞാൻ ഒരു കുട്ടിക്കാണ് ട്യൂഷൻ എടുത്തുകൊണ്ടിരുന്നത്. മനസ്സിലെപ്പോഴും ഒരു ആഗ്രഹമുണ്ട്, കൂടുതൽ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കണം, ഒരു വരുമാനം വേണം. അപ്പോൾ പാസ്റ്റർ എപ്പോഴും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, വരുമാന മാർഗം തുറന്നു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ 3-ാം തീയതി രാവിലെ ഇവിടെ ചർച്ചിൽ വരുന്നതിന് മുന്നേ ഞാൻ ട്യൂഷൻ പഠിപ്പിക്കാൻ പോയി. അവിടെ ചെന്നപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കുട്ടിക്ക് കൂടി നീ ഇനി ട്യൂഷൻ എടുക്കണം. എനിക്ക് സത്യം പറഞ്ഞാൽ സന്തോഷം തോന്നി, കാരണം ഞാൻ മടിച്ചാണ് ഇരുന്നത്, ആരാധനയ്ക്ക് വരില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷേ വരാമെന്ന് തീരുമാനം എടുത്തപ്പോൾ എനിക്ക് ദൈവം തന്ന ഒരു നന്മയാണത്. ഒരു കുട്ടിയെ കൂടി എനിക്ക് കിട്ടി, സന്തോഷമായി. ഞാൻ അന്ന് ഇവിടെ ആരാധനയ്ക്ക് വന്നു. അന്ന് പാസ്റ്റർ പ്രസംഗിച്ചപ്പോൾ പാസ്റ്റർ ഒരു വചനം പറഞ്ഞു, ഇങ്ങനെയാണ്, ചെറിയ ചെറിയ നന്മകളിലൂടെ ദൈവം നമുക്ക് വലിയ നന്മകളിലേക്ക് നമ്മളെ എത്തിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് എന്നെ നല്ല രീതിയിൽ എന്നെ സ്ട്രൈക്ക് ചെയ്തു. എൻ്റെ മനസ്സിൽ അതിങ്ങനെ കിടന്നു. തിരിച്ച് 12 ദിവസം കഴിഞ്ഞ് ഉപവാസം നടക്കുന്നു. എൻ്റെ 12-ാം ദിവസം ആയപ്പോഴത്തേക്കും ഞാൻ പഠിക്കുന്ന സ്ഥാപനത്തിൽ തന്നെ അവിടെ എനിക്ക് ട്യൂഷൻ എടുക്കാനുള്ള ഒരു അവസരം എനിക്ക് കൈവന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ എഫിഷ്യൻ്റായിട്ടുള്ള ടീച്ചേഴ്സാണ് അവിടെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ഒരു വ്യക്തി എനിക്ക് അവരെൻ്റെ പരിചയപ്പെടുത്തി തന്നു. ട്യൂഷൻ എടുക്കാൻ പോയൊരു അവസരം കിട്ടി. എൻ്റെ അടുത്ത് പറഞ്ഞു, ബയോഡേറ്റ കൊണ്ട് കൊടുത്ത് ക്ലാസ് എടുത്ത് നോക്കാം, ഇഷ്ടപ്പെട്ടാൽ നിനക്കവിടെ തുടർന്ന് പഠിപ്പിക്കാമെന്നും പറഞ്ഞു. അങ്ങനെ 13-ാം ദിവസം ഉപവാസം നടക്കുന്നതിൻ്റെ 13-ാം ദിവസം അവർ എന്നെ ക്ലാസ് ഒരു ഡെമോ എടുത്ത് കാണിച്ചു. അവർക്ക് ഇഷ്ടപ്പെട്ടു. 25 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ എനിക്ക് തുടർന്ന് ക്ലാസ് എടുക്കാനുള്ള അവസരം ദൈവം തന്നു.